കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും പുക. 6ാം നിലയിലുള്ള അത്യാഹിത വിഭാഗത്തിൽ നിന്നാണ് പുക ഉയർന്നത്. ഓക്സിജൻ അനസ്തേഷ്യ പെൻഡന്റ് കത്തിയത് തീപിടുത്തത്തിന് കാരണമെന്ന് സൂചന. തീപിടിക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. പുക ഉയർന്ന ഉടൻ രോഗികളെ സുരക്ഷിതമായി മാറ്റി. അപകട അലാറം അടിച്ച ഉടൻ പുറത്തേക്കിറങ്ങുകയായിരുന്നുവെന്ന് ആശുപത്രിയിൽ ഉണ്ടായിരുന്നവർ പ്രതികരിച്ചു. പുക ഒരു മൂടൽ പോലെ ചെറുങ്ങനെ ഒരു ഇതുപോലെ ഉണ്ട്, ഒരു മാറ്റം ഉണ്ടായിരുന്നു. പിന്നെ സൗണ്ട് അലാറത്തിന്റെ സൗണ്ട് ഉണ്ടായിരുന്നു. അതേ ഉണ്ടായിരുന്നു. പിന്നെ ഒരു മണം. സിസ്റ്റർ പറഞ്ഞത് എല്ലാവരും പേക്കാക്കി റെഡി ആയിരുന്നോളാൻ. അപ്പൊ പിന്നെ എല്ലാവരും ഇറങ്ങി. തീയും പുകയൊന്നും കണ്ടിട്ടില്ല, സൗണ്ടാവുള്ളൂ. പിന്നെ ഭയങ്കര മണിയടിക്കുന്ന സൗണ്ട്, നല്ല സൗണ്ടിൽ മണിയടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഈ അലാറം അടിച്ചപ്പോൾ സിസ്റ്റർമാരെല്ലാവരും പെട്ടെന്ന് ഇറങ്ങാൻ പറയുകയായിരുന്നോ? സിസ്റ്റർമാർ പറഞ്ഞു അങ്ങനെ വേഗം എല്ലാവരും പോയിക്കൊന്നാറ്, എല്ലാവരും പുറത്തിറങ്ങിക്കൊന്നറിഞ്ഞു. അങ്ങനെയാണല്ലോ പറഞ്ഞു. ഇല്ല, ഒരു 35ഓളം പേഷ്യൻസിനെ 4ാം നിലയിലേക്ക് ഇങ്ങോട്ട് മാറ്റിയിരുന്നു, ന്യൂറോ സർജറിന്റെ. ഈ പേഷ്യന്റിനെ ഇനി തന്നെ അങ്ങോട്ട് ഇതിന്റെ ഇടയിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ വേറെ വാർഡിലേക്ക് മാറ്റിയിരുന്നു. വീണ്ടും വരെ മാറ്റിയതിന്റെ ശേഷം ഒരു 2-2.25 വീണ്ടും ഈ പുക വരുന്നത്. വല്ലാത്തൊരു ഇരുട്ട് ബാധിച്ച മാതിരിയായിരുന്നു 6ാം നില ഉണ്ടായിരുന്നത്. ഈ പുക ഇങ്ങനെ വന്നിട്ട് അതിന്റെ ഒരു വയറ് കത്തിയതായിരിക്കുന്ന ഒരു സ്മെല്ലാണ് അനുഭവപ്പെട്ട്. എന്താണെന്നുള്ളത് കാണാൻ കഴിഞ്ഞില്ല, കാരണം അത്രയ്ക്കും പുക ഉണ്ടായിരുന്നു. ആളുണ്ടായിരുന്നത് 4ാമത്തെ നിലയിലായിരുന്നു, പുക 6ാമത്തെ നിലയിലാണ്. അങ്ങനെ സമഗ്രമായ ഫയർ ഓഡിറ്റ് നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വിവിധ വിഭാഗങ്ങളിലെ ടെക്നിക്കൽ പേഴ്സൺസിനെ ഉൾപ്പെടുത്തി ഒരു ഫയർ ഓഡിറ്റ് നടത്തുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് സബ് കളക്ടറായിരിക്കും ഫയർ ഓഡിറ്റിൻ്റെ സമിതി അത് ചെയർ ചെയ്യുക. അത് ഈ പരിശോധനക്കിടെ വീണ്ടും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനെ തുടർന്ന് പശ്ചാത്തലത്തിൽ കൂടിയാണ് ഒരു ടോട്ടൽ ഫയർ ഓഡിറ്റ് നടത്തുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അപ്പോൾ സമഗ്രമായിട്ടുള്ള ഒരു ഫയർ ഓഡിറ്റ് കൂടി ഈ കെട്ടിടത്തിൽ നടത്തുന്നതാണ്. സുരക്ഷാ പരിശോധനകൾ നടക്കുന്നതിനിടെ സർക്കാർ അനുമതിയില്ലാതെ കെട്ടിടത്തിന്റെ 2, 3, 4 നിലകളിൽ രോഗികളെ പ്രവേശിപ്പിച്ചതിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് വിശദീകരണം തേടിയിരിക്കുന്നു. വിവരങ്ങളുമായി ബെൻസൺ ബാബുവാണ് നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. ബെൻസൺ, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. 3 ദിവസം മുമ്പ് അപകടമുണ്ടായ ഒരു സ്ഥലത്ത് തന്നെ, 2 ദിവസം മുമ്പ് അപകടമുണ്ടായ ഒരു സ്ഥലത്ത് തന്നെ വീണ്ടും അപകടമുണ്ടാകുന്ന ഒരു സാഹചര്യം, ആശങ്കയുടെ ഒരു സാഹചര്യം. കൂടുതൽ വലിയൊരു അപകടത്തിലേക്ക് അത് പോയില്ല എങ്കിൽ പോലും എന്താണ് അവിടെ സംഭവിച്ചത്? എങ്ങനെയായിരുന്നു പ്രതികരണങ്ങൾ? ഇനി എന്ത്? പിന്നിൽ ഉച്ചയ്ക്ക് 2:15 കൂടിയാണ് ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിൽ 6ാം നിലയിൽ നിന്നും, അത്യാഹിത വിഭാഗമാണ്, അവിടെ 6ാം നിലയിൽ നിന്നും പുക ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ പരിശോധന നടക്കുകയായിരുന്നു. നാളെയോടുകൂടി 3 ദിവസങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം അവിടെ വലിയ അപകടം നടന്നു. അവിടെ നിന്നും പൂർണ്ണമായും തന്നെ ആളുകളെ രോഗികളെ ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ മറ്റ് ആശുപത്രിയിലുള്ള രോഗികൾ ഉൾപ്പെടെ നാളെ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടക്കുകയായിരുന്നു. 6ാം നിലയിൽ ഓപ്പറേഷൻ തിയേറ്ററുകൾ അടക്കമുള്ള സംവിധാനങ്ങളാണ് ഉള്ളത്. അവിടേക്ക് ആളുകളെ നാളെ ഈ ഓപ്പറേഷൻ തിയേറ്റർ പൂർണ്ണ സജ്ജമാകുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും അവിടെ പരിശോധന നടക്കുന്നതിനിടയിൽ സമാന രീതിയിൽ തന്നെ പുകയുയരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം, ലഭ്യമാകുന്ന ദൃശ്യങ്ങൾ പ്രകാരം അവിടെ ഉണ്ടായിരുന്ന അനസ്തേഷ്യയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും കത്തി നശിച്ച അവസ്ഥയിലാണുള്ളത്. അത് പരിശോധനയ്ക്കിടെയാണ് അങ്ങനെ സംഭവിച്ചത് എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. ഇതിൽ 4, 3, 2 നിലകളിലായിരുന്നു രോഗികൾ ഉണ്ടായിരുന്നത്. ഏകദേശം 20-ലധികം രോഗികൾ ഈ 3 നിലകളിലായി ഉണ്ടായിരുന്നു. ഇവരെ അപ്പോൾ തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഈ പുകയുയർന്ന ആദ്യഘട്ടത്തിൽ തന്നെ ഈ അലാറം മുഴങ്ങിയായിരുന്നു, അപകട അലാറം മുഴങ്ങിയായിരുന്നു. അപ്പോൾ തന്നെ ആശുപത്രിയിലെ അധികൃതരെല്ലാവരും ചേർന്ന് ആളുകളെ മാറ്റുന്ന ഒരു നടപടിയിലേക്ക് കടന്നു. തുടർന്ന് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന മറ്റു ജീവനക്കാരുടെയും അതോടൊപ്പം തന്നെ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ ഈ പുക പൂർണ്ണമായും തന്നെ ശമിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം 3 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന അപകടവും വലിയ രീതിയിൽ തീ ഉണ്ടായിരുന്നില്ല, പക്ഷേ പുക ആ കെട്ടിടം മുഴുവൻ വ്യാപിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ ഈ കൂടുതലായി പുകയും തീയും വ്യാപിക്കാതിരിക്കാനുള്ള നടപടിയായിരുന്നു ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് തന്നെ തീയും പുകയും നിയന്ത്രണ വിധേയമാക്കി. പക്ഷേ അവിടെ ഉയരുന്ന ചോദ്യം ഇതാണ്,
3 ദിവസങ്ങൾക്ക് മുൻപ് അപകടം നടന്നു. അവിടെ പൂർണ്ണമായിട്ടുള്ള പരിശോധനകൾ നടന്ന് പൂർത്തിയായിട്ടില്ല. പരിശോധനകൾ ഇനിയും പൂർത്തിയാകേണ്ടതുണ്ട്. എന്തായിരുന്നു ഈ അപകട കാരണം എന്നതിൽ ഒരു കൺക്ലൂഷനിലേക്ക് ഇതുവരെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പ്രാഥമിക വിവരം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്, ബാറ്ററികൾ പൊട്ടിത്തെറിച്ചു എന്നുള്ളത്. അപ്പോൾ ഈ പൂർണ്ണമായിട്ടുള്ള പരിശോധനകൾ പൂർത്തിയാകാതെ അവയുടെ റിസൾട്ട് വരാതെ എങ്ങനെയാണ് വീണ്ടും ഈ അപകടം നടന്ന അതേ സ്ഥലത്ത് രോഗികൾ എത്തിയത് എന്ന ചോദ്യം ഉയരുന്നു. 3 ദിവസങ്ങൾക്കിടെ അല്ലെങ്കിൽ 4 ദിവസങ്ങൾക്കിടെ തുടർച്ചയായി എങ്ങനെ അപകടം ഉണ്ടാകുന്നു എന്ന ചോദ്യം ഉയരുന്നു. വലിയ പ്രതിഷേധം വിവിധ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ പ്രതിഷേധം ഉയരേണ്ട ഒരു വിഷയമുണ്ട്. എന്തുകൊണ്ടാണ് ആരോഗ്യമന്ത്രി തന്നെ പറയുന്നു അത് അറിഞ്ഞിട്ടില്ല, സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടാതെയാണ് അപകടമുണ്ടായ അതേ കെട്ടിടത്തിൽ തന്നെ പൂർണ്ണമായ പരിശോധനകൾ പൂർത്തിയാകുന്നതിന് മുൻപേ രോഗികളെ പ്രവേശിപ്പിച്ചത്? എങ്ങനെയാണ് വീണ്ടും വീണ്ടും അവിടെ തന്നെ അപകടം ഉണ്ടാകുന്നത്? ഇക്കാര്യങ്ങളെല്ലാം തന്നെ സർക്കാർ വിശദമായി പരിശോധിക്കാനും തീരുമാനിച്ചിരിക്കുന്നു. ബെൻസൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.